ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധികയെ ആരതി ഉപദേശിക്കുന്നുണ്ട്. നല്ല ബോൾഡായിട്ട് പെരുമാറണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പറയേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ടും തിരിച്ചു പറയണമെന്നൊക്കെ പറയുന്നു. ആരതിയെ ചേച്ചിന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, കേസിന്റെ കാര്യമൊക്കെ കഴിയുമ്പോൾ പിന്നെ പോകത്തില്ല, ചേച്ചി എന്നെ വിട്ടു പോകുമല്ലോ എന്നൊക്കെ പറയുന്നു. ആരതി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിട്ടുപോകത്തില്ല, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധമാണ്, അതൊക്കെ പിന്നീട് പറയാമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ആരതി പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് കറങ്ങാനുള്ള മൂഡാണ്, എവിടെയാണ് പോവുക എന്നൊക്കെ ചോദിക്കുന്നു. രാധിക അപ്പോൾ മലമുകളിൽ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ വരെ പോകുന്നത് റിസ്ക് ആണെന്നൊക്കെ പറയുന്നു. ആരതി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് റിസ്ക് ഏറ്റെടുക്കാനാണ് ഇഷ്ടം, എന്തായാലും അവിടെ തന്നെ പോകാമെന്നൊക്കെ പറയുന്നു. ശേഷം ആരതി രാധികയും ബൈക്കിൽ കയറ്റി പുറപ്പെടുകയാണ്. അതേ സമയത്ത് തന്നെ ഗൗതമും ആരതി അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് ഗൗതം ആരതി ബൈക്കിൽ പോകുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ആരതിയെ ഫോളോ ചെയ്ത് പോവുകയാണ്. ആരതിയും രാധികയും നെല്ലിമലയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ശേഷം രണ്ടുപേരും മല കയറുകയാണ്. ഗൗതമും അവിടെ എത്തുന്നുണ്ട്. ഗൗതം കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട്, രണ്ട് ശത്രുക്കളെയും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്, ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ലെന്നൊക്കെ പറയുന്നു. ഗൗതമിനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖം മറയ്ക്കുന്നുണ്ട്. ആരതി രാധികയോട് ചോദിക്കുന്നുണ്ട്, താൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ എന്നൊക്കെ. രാധിക ചിലപ്പോഴൊക്കെ വരാറുണ്ടെന്ന് പറയുന്നു. ആരതി അപ്പോൾ പറയുന്നുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോഴല്ലേ വരുന്നതെന്ന്. രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന്. ആരതി അപ്പോൾ പറയുന്നുണ്ട്, ചിലരെ കണ്ണിലേക്ക് നോക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാകുമെന്നൊക്കെ. രണ്ടുപേരും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് വരുൺ രാധികയെ ഫോൺ വിളിക്കുകയാണ്. ആരതി രാധികയോട് പറയുന്നുണ്ട്, ഫോൺ എടുത്തുകൂടെ എന്നൊക്കെ. രാധിക ഫോൺ എടുത്തിട്ട് ചമ്മലോടെ പതിയെ സംസാരിക്കുകയാണ്. വരുൺ ചോദിക്കുന്നുണ്ട്, താൻ എവിടെയാണെന്ന്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, നെല്ലിമലയിലാണെന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, ആരതിയും ഉണ്ടെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, തനിക്ക് എന്നെ കൂടെ കൂട്ടാമായിരുന്നല്ലോ എന്നൊക്കെ. താൻ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നതിൽ പിന്നെ താൻ എന്നെ വിട്ടുപോയിട്ട് എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുന്നേയില്ല. ഓരോ നിമിഷവും തൻ്റെ ഓർമ്മയാണ്, തന്നോട് സംസാരിക്കണമെന്നൊക്കെ തോന്നുന്നെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് ആരതി വർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ആരതി രാധികയോട് പറയുന്നുണ്ട്, ആരാണ് വിളിക്കുന്നതെന്ന് കള്ളം പറയണ്ട, അമ്മയാണെന്നൊന്നും പറയണ്ട, വരുണല്ലേ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട്, എല്ലാ വക്കീലന്മാരും ഇങ്ങനെയൊക്കെയാണോ, എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. ആരതി അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും ഇതുപോലെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നു. മലമുകളിലേക്ക് ഗൗതമും ഗുണ്ടകളും വരികയാണ്. ആരതി അവരെ കാണുന്നുണ്ട്. ആരതി രാധികയോട് പറയുന്നുണ്ട്, മാറി നിൽക്കാനെന്ന്, ഞാൻ ഇവരെ നേരിട്ടോളാമെന്ന് പറയുന്നു. ആരതി എല്ലാവരെയും അടിച്ചു തകർക്കുകയാണ്. ഗുണ്ടകൾക്കെല്ലാം ആരതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഗുണ്ടകളെല്ലാം അടികൊണ്ടിട്ട് അവിടെ നിന്നും ഓടുന്നുണ്ട്. ഗൗതമിനെയും ആരതി അടിക്കുന്നുണ്ട്. ഗൗതമിന്റെ മുഖം മൂടി വലിച്ചു കീറുന്നുണ്ട്. ഗൗതമും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. രാധിക ഗൗതമിന്റെ മുഖം കാണുന്നുണ്ട്. ആരതിയോട് പറയുന്നുണ്ട്, അത് ഗൗതമാണ്, ചെറിയച്ഛന്റെ മകനാണെന്ന്. ആരതി അപ്പോൾ പറയുന്നുണ്ട്, അവരെന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ്, എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായെന്നൊക്കെ പറയുന്നു. ആരതി പറയുന്നുണ്ട്, ഇപ്പൊ നടന്ന കാര്യം ആരോടും പറയണ്ട എന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി എല്ലാവരും പ്രഷർ ചെലുത്തുമെന്നൊക്കെ പറയാണ്. രാധികയും വരുണിനെ കേസിൽ നിന്നും രക്ഷിച്ച് ചേച്ചി എപ്പോ പോകണമെന്ന് രാധിക പറയുന്നു. അപ്പം മാത്രമേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ശേഷം രാധികയും കൂട്ടി പിതാ മേഡത്തിന്റെയും അമൃതേട്ടത്തിയുടെയും അടുത്തേക്ക് ആരതി ചെല്ലുകയാണ്. ശ്യാമ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട്, മോളെ ആറ്റുകാശ്ശേരിയിൽ ഇനി നിർത്തണോ, അപകടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആരതി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, രാധിക ഇനിയും രാധികയെ സൂക്ഷിച്ചോളുമെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ തൊട്ട് മുൻപേ ആയിട്ട് ആരതി ഗുണ്ടകളുമായിട്ട് വഴക്കുണ്ടാക്കിയതൊക്കെ ഓർക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, എനിക്കൊരു പേടിയുമില്ല ആറ്റുകാശ്ശേരിയിൽ നിൽക്കാനെന്ന്. ഇത്രയും കാലം നിന്നതുപോലെയല്ല ഇനിയും നിൽക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ എതിർക്കുമെന്നൊക്കെ പറയുന്നു. ചേച്ചിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ധൈര്യമൊക്കെ ആയെന്ന് പറയാണ്. രാധിക പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.